അസിസ്റ്റന്റ് were happy with fatigue. അവര് ഇത്രയും കഷ്ടപ്പാടൊക്കെ ഉണ്ടെങ്കിലും അവർ ഹാപ്പി ആയിരുന്നു. കാരണം ഒരുപാട് പണം വരുന്നുണ്ടല്ലോ ഈ ഏഞ്ചലിനെ വെച്ചിട്ട്. ഇൻ ലെസ് ദാൻ എ വീക്ക് ദേ ഹാഡ് ക്രാംഡ് ദെയർ റൂംസ് വിത്ത് മണി. ഒരാഴ്ച പോലും എടുത്തില്ല അവരുടെ റൂംസ് എല്ലാം എന്ത് ചെയ്തു, പണം കൊണ്ടങ്ങോട്ട് നിറഞ്ഞു. സ്റ്റിൽ ദ ലൈൻ ഓഫ് പിൽഗ്രിംസ് വെയിറ്റിംഗ് ദെയർ ടേൺ ടു എൻറ്റർ റീച്ച്ഡ് ബിയോണ്ട് ദ ഹൊറിസോൺ. ഒരു ഹൊറിസോൺ ലൈൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ പിൽഗ്രിംസ് മീൻസ് തീർത്ഥാടകര്, ഈ ഒരു ഏഞ്ചലിനെ കാണാൻ വരുന്ന ആളുകളുടെ ഈ ഒരു ലൈൻ എന്ന് പറയുന്നത് എന്ത് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആളുകൾ, ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. ദ ഏഞ്ചൽ വാസ് ദ only one who took no part in his own act. ഏഞ്ചൽ മാത്രം ഒന്നും ചെയ്യുന്നില്ല എന്ന് വെച്ചാൽ ഏഞ്ചൽ ആ ഒരു കോഴിക്കൂട്ടിൽ അങ്ങനെ സുഖമായിട്ട് കഴിയാണ്. ഹി സ്പെൻഡ് ഹിസ് ടൈം ട്രൈങ് ടു ഗെറ്റ് കംഫർട്ടബിൾ ഇൻ ഹിസ് ബോറോവ്ഡ് നെസ്റ്റ്. ആ ഏഞ്ചൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ അദ്ദേഹത്തിന് ഇപ്പൊ കിട്ടിയ കടമായിട്ട് കിട്ടിയിട്ടുള്ള ആ നെസ്റ്റ്, ആ ഒരു നമ്മളുടെ ചിക്കൻ കൂപ്പിൽ സുഖമായിട്ട് കഴിയാണ്, അദ്ദേഹത്തിന്റെ കംഫർട്ട് ഒക്കെ നോക്കിയിട്ട്. അറ്റ് ഫസ്റ്റ് ദേ ട്രൈ ടു മേക്ക് ഹിം ഹീറ്റ് സം മോത്ത് ബാൾസ്. ആദ്യ സമയങ്ങളിലൊക്കെ ആളുകൾ പാറ്റഗുളിക വരെ അദ്ദേഹത്തിന് കൊടുക്കാറുണ്ടായിരുന്നു. മോത്ത് ബോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാറ്റഗുളിക. ബട്ട് ഹി എയ്റ്റ് നത്തിങ് ബട്ട് എഗ് പ്ലാന്റ് മഷ്. പക്ഷെ ഏഞ്ചൽ ഒന്നും തന്നെ കഴിച്ചിരുന്നില്ല, ആകെ കഴിച്ചിരുന്നത് എഗ് പ്ലാന്റ് മാത്രമായിരുന്നു. എഗ് പ്ലാന്റ് മീൻസ് വഴുതനങ്ങ. നമുക്കിവിടെ പിക്കിൽ കാണാൻ പറ്റും അല്ലെ, ഏഞ്ചൽ ഉണ്ട്, ഏഞ്ചലിന്റെ ആ ഒരു കോഴിക്കോട് നിറയെ കോഴികളുണ്ട്. ഓക്കെ, അപ്പോ ഇനി ബാക്കി നോക്കാം നമുക്ക്. ഹിസ് ഓൺലി സൂപ്പർ നാച്ചുറൽ വെർച്യൂ സീം ടു ബി പേഷ്യൻസ്. ആകെ ഏഞ്ചലിൽ ഉണ്ടായിരുന്ന സൂപ്പർ നാച്ചുറൽ പവർ, ഒരു സൂപ്പർ നാച്ചുറൽ വെർച്യൂ മീൻസ് ഗുണം, ഒരു ഗുണം എന്നുള്ളത് പേഷ്യൻസ് ആയിരുന്നു. ഭയങ്കര ക്ഷമയുള്ള ഒരു ഏഞ്ചൽ ആയിരുന്നു. കാരണം ആളുകൾ ഇത്ര ഉപദ്രവിച്ചിട്ടും ഈ കോഴിക്കുട്ടിൽ കഴിയുമ്പോ തന്നെ ഈ കോഴികളെ കൊത്തുകയൊക്കെ ചെയ്യും. അപ്പൊ അതിന്നൊക്കെ ഭയങ്കര ക്ഷമയോട് കൂടിയിട്ടായിരുന്നു ഈ ഒരു ഏഞ്ചൽ ഇരുന്നത്. ഹി വാസ് ക്വൈറ്റ് പേഷ്യന്റ് വെൻ ദ ഹെൻസ് പെക്ഡ് അറ്റ് ഹിം. ഓക്കെ, ഈ ഹെൻസ് ഐ മീൻ കോഴികൾ എന്ത് ചെയ്യാറുണ്ട്, അദ്ദേഹത്തെ അങ്ങനെ പെക്ഡ് മീൻസ് കൊത്താറുണ്ട്. അപ്പോഴും ഇദ്ദേഹം വളരെ പേഷ്യന്റ് ആയിട്ടാണ് ഇരിക്കാറ്. സെർച്ചിങ് ഫോർ ദ പാരസൈറ്റ്സ് ഇൻ ഹിസ് വിങ്സ്. നമ്മുടെ ഈ ഏഞ്ചലിന്റെ ചിറകില് പേനോ അല്ലെങ്കിൽ ചെറിയ പാരസൈറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ കൊത്തി കഴിക്കാൻ വേണ്ടിയാണ് ഈ കോഴികൾ അദ്ദേഹത്തെ കൊത്താറ്. ഹി വാസ് പേഷ്യന്റ് അഗൈൻ വെൻ ദ cripple pulled out his feathers to touch their limbs with. നമ്മളുടെ ഈ അസുഖമുള്ള ആളുകൾ, ഐ മീൻ വൈകല്യമുള്ള ആളുകൾ, ക്രിപ്പിൾസ് മീൻസ് വൈകല്യമുള്ള ആളുകൾ, വൈകല്യമുള്ള ആളുകളൊക്കെ ഈ ഏഞ്ചലിന്റെ അടുത്ത് വരുമ്പോൾ ഈ ഏഞ്ചലിന്റെ ചിറക് ഐ മീൻ ഈ വിങ്സ്, ഈ തൂവല് കൊണ്ട് എന്ത് ചെയ്യാറുണ്ട്, ചിറക് കൊണ്ട് അവരുടെ വൈകല്യമുള്ള സ്ഥലങ്ങളിൽ വെക്കാറുണ്ട്. കാരണം ആ ഭാഗത്ത് വൈകല്യം മാറി കിട്ടാൻ വേണ്ടി, അങ്ങനെ ഒരു അന്ധവിശ്വാസം ആളുകൾക്ക് ഉണ്ടായിരുന്നു. ഹി വാസ് പേഷ്യന്റ് അഗെയിൻ when the cripples pulled out his feathers to touch their limbs with. He remained patient when even the most merciful threw stones at him. ഏറ്റവും മോസ്റ്റ് മേഴ്സിഫുൾ ആയിട്ടുള്ള ആളുകൾ, മോസ്റ്റ് മേഴ്സിഫുൾ മീൻസ് പ്രീസ്റ്റ് പോലത്തെ ആളുകൾ വരെ അദ്ദേഹത്തെ എന്ത് ചെയ്യാറുണ്ട്, കല്ലെറിയാറുണ്ട്. അങ്ങനെയാണെങ്കിൽ പോലും അദ്ദേഹം, ഈ ഒരു ഏഞ്ചൽ വളരെ ക്ഷമാലുവായിട്ടാണ് ഇരിക്കാറ്. അപ്പൊ നമുക്ക് ഈ പ്രീസ്റ്റ് അതുപോലെ പള്ളിയിലെ ആളുകളൊക്കെ എന്ത് കൂടുതൽ ഒരു റെസ്പെക്റ്റോട് കൂടിയിട്ട് എന്തിനാ കാണണ്ടേ, ഏഞ്ചലിനെ കാണണ്ടേ. ബട്ട് അവര് വരെ മോസ്റ്റ് മേഴ്സിഫുൾ ആയിട്ട് ഇരിക്കേണ്ട അവര് വരെ എന്ത് ചെയ്യാറുണ്ട്, അവര് വരെ ഉപദ്രവിക്കാറുണ്ട്. ത്രൂ സ്റ്റോൺസ് അറ്റ് ഹിം. അദ്ദേഹത്തെ ഇങ്ങനെ കല്ലെറിയാറുണ്ട്. അപ്പൊ പോലും അദ്ദേഹം വളരെ എന്താണ് പേഷ്യന്റ് ആയിട്ടാണ് ഇരിക്കാറ്. ആഫ്റ്റർ ഓൾ ദേ were only trying to get him to rise so that they could see him standing. കുറെ ആളുകൾ ഇദ്ദേഹത്തെ ഉപദ്രവിച്ചിരുന്നത് ഈ ഒരു ഏഞ്ചല് എങ്ങനെയെങ്കിലും ഒന്ന് എണീറ്റ് നിന്നിരുന്നെങ്കിൽ, നിൽക്കുമ്പോഴെങ്ങനെയാണെന്ന് കാണാനുള്ള ആഗ്രഹം കൊണ്ടായിരുന്നു ആളുകള് ഇദ്ദേഹത്തെ ഇങ്ങനെ ഉപദ്രവിച്ചുകൊണ്ടിരുന്നത്. ഇറ്റ് സോ ഹാപ്പൻ ദാറ്റ് ഡ്യൂറിംഗ് ദോസ് ഡേയ്സ് ദർ അറൈവ്ഡ് ഇൻ ദ ടൗൺ എ ട്രാവലിംഗ് ഷോ. ഇതിന്റെ ഇടയിൽ അവരുടെ ടൗണിൽ ഒരു കാര്യം സംഭവിച്ചു എന്ന് വെച്ചാൽ ഒരു ട്രാവലിംഗ് ഷോ, ഒരു ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഷോ എന്ത് ചെയ്തു, എത്തി. The main attraction was a woman who had been changed into a spider by the burst of thunder and lightning. ഒരു തണ്ടറും ലൈറ്റനിങ്ങും, ഇടിമിന്നലും വന്നപ്പോ എന്ത് ചെയ്തു, ആ ഒരു ട്രാവലിംഗ് ഷോയിലെ ഒരു സ്ത്രീ സ്പൈഡർ ആയിട്ട് ചേഞ്ച് ആയി, എന്ന് വെച്ചാൽ ഒരു എട്ടുകാലിയായിട്ട്, ചിലന്തിയായിട്ട് എന്ത് ചെയ്തു, ചേഞ്ച് ആയി. അതായിരുന്നു ആ ഷോയുടെ ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത്. The admission fee to see her was less than the fee to see the angel. ഏഞ്ചലിനെ കാണാൻ എന്താണ് നമ്മുടെ പെലായും എലിസന്റെയും വെച്ചിട്ടുള്ള ഒരു അഡ്മിഷൻ ഫീ ഉണ്ട് അല്ലെ, 5 സെന്റ്. അതിനേക്കാൾ കുറവായിരുന്നു എന്ത്, ഈ ഒരു സ്പൈഡർ വുമനെ കാണാൻ വേണ്ടിയിട്ട് വളരെ കുറവായിരുന്നു എന്ത് പേയ്മെന്റ് ഉണ്ടായിരുന്നത്, ഫീസ് ഉണ്ടായിരുന്നത്.
സോ ദ പീപ്പിൾ ഫ്ലോ ടു സീ ഹർ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫീസ് കുറവായതുകൊണ്ട് തന്നെ ആളുകൾ എന്ത് ചെയ്തു, പെട്ടെന്ന് ഒഴുകി എത്തി അങ്ങോട്ടേക്ക് നമ്മുടെ ഈ സ്പൈഡർ വുമണിനെ കാണാൻ വേണ്ടിയിട്ട്. ദേ വർ ഓൾസോ പെർമിറ്റഡ് ടു ആസ്ക് ഹർ ഓൾ മാനർ ഓഫ് ക്വസ്റ്റ്യൻസ് അബൌട്ട് ഹെർ അബ്സർഡ് സ്റ്റേറ്റ്. ഇപ്പോൾ ഈ ഒരു സ്പൈഡർ വുമൺ എങ്ങനെയാണ് ഇങ്ങനെ ആയത് തുടങ്ങിയിട്ടുള്ള എന്ത് ക്വസ്റ്റ്യൻസും ഈ ഒരു മാനറിസംസിനെ കുറിച്ചിട്ടും എന്ത് ക്വസ്റ്റ്യൻസും ആർക്ക് ചോദിക്കായിരുന്നു, ആളുകൾക്ക് ചോദിക്കായിരുന്നു നമ്മുടെ ഈ സ്പൈഡർ വുമണിനോട്. കാരണം അതെല്ലാം അലൗ ചെയ്തിരുന്നു. അതിനെല്ലാം ഉള്ള ആൻസർ ആര് പറയുമായിരുന്നു, നമ്മുടെ ഈ സ്പൈഡർ വുമൺ പറയുമായിരുന്നു. ബട്ട് നമ്മുടെ ഏഞ്ചൽ ആണെങ്കിൽ വളരെ സൈലന്റ് ആയിട്ടിരിക്കുന്ന ഒരാളാണ്, ഒന്നിനും ആൻസർ ഒന്നും ഉണ്ടായിരുന്നില്ല. ദ ഓണേഴ്സ് ഓഫ് ദ ഹൗസ് ഹാസ് നോ റീസൺ ടു ലെമന്റ്. നമ്മുടെ ഈ വീടിന്റെ ഓണേഴ്സ് ആയിട്ടുള്ള പെലായയ്ക്കും എലിസണ്ടയ്ക്കും വിഷമിക്കാൻ, ഐ മീൻ സങ്കടപ്പെടാനുള്ള ഒരു റീസൺസ് ഉണ്ടായിരുന്നില്ല. കാരണം ഈ ഏഞ്ചലിനെ വെച്ച് ഒരുപാട് പണം അവർ സമ്പാദിച്ചിരുന്നു. വിത്ത് മണി ദേ സേവ്ഡ് ദേ ബിൽഡ് എ 2-story മാൻഷൻ വിത്ത് ബാൽക്കണി ആൻഡ് ഗാർഡൻസ്. അങ്ങനെ അവർ ഈ ഏഞ്ചലിനെ വെച്ച് സേവ് ചെയ്തിട്ടുള്ള ആ പണം കൊണ്ട് അവരെന്ത് ചെയ്തു, 2 നില ആയിട്ടുള്ള ഒരു മാൻഷൻ എന്ന് പറഞ്ഞ ഒരു കൊട്ടാരം തന്നെ അവർ പണിതു, 2 നിലയിലുള്ള, വിത്ത് ബാൽക്കണീസ് ആൻഡ് ഗാർഡൻസ്. ആ കൊട്ടാരത്തിന് ബാൽക്കണീസ് ഉണ്ടായിരുന്നു, അതുപോലെ ഗാർഡൻസ്, പൂന്തോട്ടം ഉണ്ടായിരുന്നു. ഇറ്റ് ഓൾസോ ഹാഡ് ഹൈ നെറ്റിംഗ് സോ ദാറ്റ് ക്രാബ്സ് വുഡിൻ ഗെറ്റ് ഇൻ ദ ഡ്യൂറിങ് വിന്റർ. നമ്മൾ പറഞ്ഞു ഇത് ഈ ഒരു സ്റ്റോറി നടക്കുന്നത്, സെറ്റ് ചെയ്തിരിക്കുന്നത് കടൽ പ്രദേശത്താണെന്ന് പറഞ്ഞു അല്ലെ. അപ്പോൾ ഈ കടലിൽ നിന്ന് വിന്ററിലൊക്കെ ക്രാബ്സ് എന്ത് ചെയ്യാറുണ്ട്, കരയിലേക്ക് വരാറുണ്ട്. അപ്പൊ ക്രാബ്സ് അവരുടെ ആ വീടിന്റെ പരിസരത്തേക്ക് വരാതിരിക്കാൻ വേണ്ടി അവര് കംപ്ലീറ്റ് നെറ്റ് വെച്ച് അടച്ചിരുന്നു. ആൻഡ് അയൺ ബാർസ് ഓൺ ദ വിൻഡോ സോ ദാറ്റ് ഏഞ്ചൽസ് വുഡിൻ ഗെറ്റ് ഇൻ. ഏഞ്ചല് അവരുടെ വീടിനകത്തോട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്തു, ആ വീടിന് ചുറ്റും അയൺ ബാർസും കൊടുത്തിരുന്നു. Pelayo also set up a rabbit warren and gave up his job as bailiffs for good. ഓക്കെ, അദ്ദേഹം ബെയിലിഫ് ജോബിലായിരുന്നു അല്ലെ, ഒരു കോടതിയിൽ ഒരു ജോലിയിലായിരുന്നു അദ്ദേഹം നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, അതെല്ലാം ഒഴിവാക്കി ഉപേക്ഷിച്ചിട്ട് എന്ത് ചെയ്തു, റാബിറ്റ് വാരൻ മീൻസ് മുയലിനെ വളർത്തുന്ന സ്ഥലത്ത് ജോലി. അങ്ങനെ മുയലിനെ വളർത്താൻ വേണ്ടിയിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, ഒരുങ്ങി. ബട്ട് എലിസന്റെ എന്ത് ചെയ്തു, എലിസന്റെ ബ്രോഡ് സം സാറ്റിൻ പംപ്സ് വിത്ത് ഹൈ ഹീൽസ്. സാറ്റിന്റെ ഒക്കെ ഹീൽസ്, ചെരുപ്പുകൾ അവരെന്ത് ചെയ്തു, മേടിച്ചു. മെനി ഡ്രസ്സസ് ഓഫ് ഇറിഡിസെന്റ് സിൽക്സ്. ഇറിഡിസെന്റ് സിൽക്സ് മീൻസ് ഈ നമ്മുടെ കളറൊക്കെ ചേഞ്ച് ആവുന്ന സിൽക്കുകൾ ഉള്ള ഡ്രസ്സുകൾ അവരെന്ത് ചെയ്തു, മേടിച്ചു. അപ്പൊ എലിസണ്ട് നന്നായിട്ട് ഷോപ്പ് ചെയ്തു എന്ന് വെച്ചാൽ നല്ല ഇഷ്ടപ്പെട്ട ചപ്പൽസ്, പിന്നെ അതുപോലെ തന്നെ ഡ്രസ്സൊക്കെ നല്ല സിൽക്കിന്റെ കളർ ചേഞ്ച് ഉള്ള ഡ്രസ്സൊക്കെ എന്ത് ചെയ്തു, പർച്ചേസ് ചെയ്തു. The chicken coop was the only thing that didn't receive any attention. ബട്ട് നമ്മളുടെ ചിക്കൻ കൂപ്പിൽ കഴിയുന്ന ആ ഒരു ഏഞ്ചലിന് മാത്രം ഒരു ശ്രദ്ധയും കിട്ടിയിരുന്നില്ല. ദ ഡങ് ഹീപ്പ് stench from the coop was turning the new house into an old one. നമ്മളുടെ ഈ ഒരു ചിക്കൻ കൂപ്പിന്റെ അവിടെ, ഐ മീൻ ഈ കോഴിക്കോടിന്റെ അവിടെ ഒരു ഡങ് ഹീപ്പ് സ്റ്റെൻസ് എന്ന് പറഞ്ഞാൽ ഒരു മോശം, ഒരു ബാഡ് സ്മെൽ ഉണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ദ ന്യൂ ഹൗസ് ഇൻ ടേണിംഗ് ദ ന്യൂ ഹൗസ് ഇൻ ടു ആൻ ഓൾഡ് വൺ. ഇത്രയും നല്ലൊരു പുതിയൊരു വീട്, ഐ മീൻ 2 നിലയിലുള്ള ഒരു മാൻഷൻ, ഒരു പാലസ് തന്നെ വെച്ചിട്ടും ആ ഒരു സ്മെല്ല് കാരണം ഇത് പഴയൊരു വീട് പോലെ തന്നെ എന്ത് ചെയ്തു, തോന്നിയിരുന്നു. അറ്റ് ഫസ്റ്റ് വെൻ ദ ചൈൽഡ് ലേൺ ടു വാക്ക്, അങ്ങനെ എന്ത് ചെയ്തു, കുട്ടി ആദ്യമായിട്ട് നടക്കാൻ പഠിക്കുകയാണ്. ദേ were careful that he did not get too close to the coop. അതുകൊണ്ട് തന്നെ എലിസന്റെ പെലായും ഇവർ രണ്ടുപേരും വളരെ കെയർഫുൾ ആയിരുന്നു ഈ കുട്ടിയുടെ കാര്യത്തിൽ. ഈ കുട്ടി ഒരിക്കലും ആ ചിക്കൻ കൂപ്പിന്റെ അടുത്തേക്ക് പോവരുത് എന്നുള്ളത്. കാരണം അത്രയും സേഫ് ആയിട്ടാണ് ഈ കുട്ടിനെ എന്ത് ചെയ്തിരുന്നത്, അവർ വളർത്തിയിരുന്നത്. ബട്ട് ദെൻ ദേ ബിഗാൻ ടു ലോസ് ദെയർ ഫിയേഴ്സ് ആൻഡ് ഗോട്ട് യൂസ്ഡ് ടു ദ സ്മെൽ. അങ്ങനെ അവര് കുറച്ച് നാളുകൾക്ക് ശേഷം അവർക്ക് എന്ത് ചെയ്തു, അവരുടെ ആ ഒരു പേടിയൊക്കെ മാറി, ആ ഫിയർ ഒക്കെ മാറി. ആൻഡ് ഗോട്ട് യൂസ്ഡ് ടു ദ സ്മെല്ല്, ആ സ്മെല്ലൊക്കെ അവർക്ക് പരിചിതമായി. അങ്ങനെ പിന്നെ ആ കുട്ടി അവിടെ പോയാൽ ഒരു കുഴപ്പമില്ല എന്നുള്ള രീതിയിലായി. ബിഫോർ ദ ചൈൽഡ് ഗോട്ട് ഹിസ് സെക്കൻഡ് ടീത്ത്. അങ്ങനെ ഈ കുട്ടിക്ക് രണ്ടാമത്തെ പല്ല് വരുന്നതിന്റെ മുമ്പേ ഹി ഹാഡ് ഗോൺ ഇൻസൈഡ് ദ ചിക്കൻ കൂപ്പ് ടു പ്ലേ. ഈ കുട്ടി കളിക്കാൻ വേണ്ടി അങ്ങോട്ടേക്ക് പോയി, ഈ ചിക്കൻ കൂപ്പിനകത്തേക്ക്, ഐ മീൻ ഈ കോഴിക്കൂടിനകത്തേക്ക് പോയി. ആസ് ദ വയേഴ്സ് were falling apart, they both came down with the chicken pox at the same time. അപ്പൊ ഈ കുട്ടി ചിക്കൻ കൂപ്പിനകത്തോട്ട് പോയപ്പോ തന്നെയായിരുന്നു ഈ കുട്ടിക്ക് ചിക്കൻ ബോക്സ് വന്നത്, ഐ മീൻ ചിക്കൻ ബോക്സ് അസുഖം വന്നത്. ബട്ട് അറ്റ് ദ സെയിം ടൈം ആർക്കും കൂടെ വന്നു, ഏഞ്ചലിനും കൂടെ വന്നു എന്ത്, ചിക്കൻ ബോക്സ്. ഏഞ്ചൽ എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു സൂപ്പർ നാച്ചുറൽ ക്രിയേച്ചർ ആണ്, ഒരു ഫാന്റസി ക്രിയേച്ചർ ആണ്, ഒരു മാജിക്കൽ ക്രിയേച്ചർ ആണ് നമുക്കറിയാം. ഒരു റിയൽ ആയിട്ടുള്ള ഒരു ക്രിയേച്ചർ അല്ല, ഐ മീൻ ഒരു ഹ്യൂമൻ ബീയിങ് അല്ല നമുക്കറിയാം. ബട്ട് ഈ കുട്ടി എന്ന് പറയുന്നത് ഒരു ഹ്യൂമൻ ബീയിങ് ആണ് അല്ലെ.
ഒരു ഹ്യൂമൻ ബീയിങ്ങിന്റെ ക്വാളിറ്റിയിലുള്ള ഒരാൾക്ക്, ഐ മീൻ ഒരു കുട്ടിക്കും അതുപോലെ തന്നെ ഒരു ഏഞ്ചലിനും, അതെന്താണ്, ഫാന്റസിയാണ്, അൺറിയലിസ്റ്റിക് ആണ്. അപ്പോൾ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒന്നിനും അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ഒന്നിനും കൂടെ എന്ത് വന്നു, ചിക്കൻ പോക്സ് വന്നു എന്ന് പറയാണ്. ഇതൊരു മാജിക്കൽ റിയലിസം ആണ്. കാരണം റിയൽ ആയിട്ടുള്ളതിന് എന്ത് സംഭവിക്കുന്നു അതന്നെ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ഒന്നിനും സംഭവിക്കുന്നു എന്നുള്ളത് കാണിക്കുന്നു. ഓക്കെ, ഈ ഒരു മാജിക്കൽ റിയലിസത്തിൽ നമുക്ക് റിയൽ എന്താണ് അല്ലെങ്കിൽ മാജിക് എന്താ തമ്മിലുള്ള ഒരു വ്യത്യാസം കാണിക്കുന്ന ഒരു ലൈൻ അവിടെ അല്ല. രണ്ടിനും ഒരുപോലെ എന്ത് തന്നിരിക്കുകയാണ്, ചിക്കൻ പോക്സ്. ഇവിടെ രണ്ട് വാക്കുകളുടെ ഒരു കളിയാണ് ചിക്കൻ പോക്സും ചിക്കൻ കൂപ്പും. ചിക്കൻ കൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അത് കോഴിക്കോടാണ്. ചിക്കൻ പോക്സ് എന്ന് പറഞ്ഞാൽ അസുഖമാണ്. ചിക്കൻ ബോക്സും ചിക്കൻ കൂപ്പും തമ്മിൽ യാതൊരുവിധ റിലേഷനും ഇല്ല, ഒരു ബന്ധമില്ല. ഇല്ലല്ലോ. രണ്ടും വേറെ വേറെ അസുഖങ്ങളാ. കോഴിക്കോട്ടിൽ പോയി എന്ന് കരുതിയിട്ട് നമുക്കിപ്പോ മണലൊന്നും വരണമെന്നില്ല. അത് നമ്മുടെ നാട്ടിൽ മണൽ എന്നൊക്കെ പറയില്ലേ, ഒരസുഖം. The doctor who took care of the child couldn't resist the temptation to listen to the angel's heart. അങ്ങനെ എന്ത് ചെയ്തു, ഈ ഒരു കുട്ടിയെ നോക്കാൻ ട്രീറ്റ് ചെയ്യാൻ വന്ന ഡോക്ടർ, ചിക്കൻ ബോക്സിന് ട്രീറ്റ് ചെയ്യാൻ വന്ന ഡോക്ടർക്ക് ഒരു കാര്യം കൂടെ എന്ത് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്, ഈ ഒരു ഏഞ്ചലിനും കൂടെ ഒന്ന് ട്രീറ്റ് ചെയ്യാം. എന്താണ് ഈ ഏഞ്ചലിന്റെ ഈ ഒരു ചിക്കൻ ബോക്സും കൂടെ എനിക്ക് എന്ത് ചെയ്യാം, ട്രീറ്റ്മെന്റ് ചെയ്ത് മാറ്റിയെടുക്കാം എന്നുള്ളൊരു ചിന്ത വരികയാണ്. ഹി ഫൗണ്ട് സോ മച്ച് വിസിലിംഗ് ഇൻ ദ ഹാർട്ട്. അപ്പോൾ ഈ ഒരു ഏഞ്ചലിനെ പരിശോധിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഹാർട്ടിൽ നിന്ന് ഒരുപാട് വിസിലിംഗ് സൗണ്ടുകൾ കേൾക്കണം. ആൻഡ് സോ മെനി സൗണ്ട്സ് ഇൻ ദ കിഡ്നീസ്. ഈ ഒരു ഏഞ്ചലിന്റെ കിഡ്നിയിൽ നിന്നും ഒരുപാട് എന്ത് ചെയ്തു, പല പല സൗണ്ടുകൾ കേൾക്കാൻ തുടങ്ങി. വാട്ട് സർപ്രൈസ്ഡ് ഹിം മോസ്റ്റ് ഹൗവർ വാസ് ദ ലോജിക് ഓഫ് ഹിസ് വിങ്സ്. പക്ഷെ എന്നിരുന്നാലും ഈ ഒരു ഡോക്ടറെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയിരുന്നത് ഈ ഒരു ഏഞ്ചലിന്റെ വിങ്സ് ആണ്. ദേ സീം സോ നാച്ചുറൽ ഓൺ ദാറ്റ് കംപ്ലീറ്റ്ലി ഹ്യൂമൻ ഓർഗാനിസം. ബട്ട് ഈ ഒരു ഏഞ്ചലിന്റെ ഈ ഒരു ചിറകുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത് ഫിറ്റ് ചെയ്ത പോലെ ഒന്നല്ല, അത് ശരിക്കും ഒറിജിനലി അവിടെ ഉള്ളത് പോലെ തന്നെയായിരുന്നു തോന്നിയിരുന്നത്. ബട്ട് ഇയാളെ കാണാൻ, ഇയാളുടെ കംപ്ലീറ്റ് ഓർഗാനിസംസ്, അവയവങ്ങളും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് ഒരു ഹ്യൂമൻ ബീയിങ്ങിന്, ഒരു മനുഷ്യനെയാണ്. ബട്ട് ആളെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയത്, ഡോക്ടറെ ഏറ്റവും കൂടുതൽ കൂടുതൽ അത്ഭുതപ്പെടുത്തിയത് ഈ ഏഞ്ചലിന്റെ ചിറകുകളായിരുന്നു. അത് അവിടെ വെച്ച് പിടിപ്പിച്ചതല്ല, അതെന്താണ്, അത് നാച്ചുറലി ഉള്ളതായിരുന്നു. He couldn't understand why other people didn't have them too. എന്തുകൊണ്ട് മറ്റുള്ള ആളുകൾക്ക് ഇതുപോലെ ചിറകുകൾ വരുന്നില്ല എന്ന് ഈ ഡോക്ടർ വല്ലാതെ അത്ഭുതപ്പെടുത്തി. കാരണം മനസ്സിലാവുന്നില്ല. കാരണം സാധാരണയായ ആളുകളുടെ എല്ലാ ഓർഗാനിസംസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഏഹ് സാധാരണക്കാർക്കും എന്തുകൊണ്ട് ഇദ്ദേഹത്തിന് ഈ ഒരു ഏഞ്ചലിനെ പോലെ എന്തുകൊണ്ട് ചിറക് വന്നുകൂടാന്നായി. When the child began school, the sun and rain had caused the collapse of the chicken coop. അങ്ങനെ ഈ കുട്ടിയുടെ സ്കൂൾ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് the sun and rain had caused the collapse of chicken coop. അങ്ങനെ ഈ ചിക്കൻ കൂപ്പ്, ഈ ഒരു കോഴിക്കൂട് എന്ത് ചെയ്യാണ്, കൊളാപ്സ്, തകരുകയാണ്. എന്ത് കാരണം, മഴയും വെയിലും കാരണം. ഓക്കെ, സൺ ആൻഡ് റെയിൻ ഹാഡ് കോസ്ഡ് ദ കൊളാപ്സ് ഓഫ് ദ ചിക്കൻ കൂപ്പ്. ഈ ഒരു ചിക്കൻ കൂപ്പ് തകരാൻ കാരണം എന്തായിരുന്നു, ഈ ഒരു മഴയും വെയിലൊക്കെ ആയിരുന്നു. കാരണം അങ്ങോട്ടേക്ക് പ്രത്യേകിച്ച് ഒരു ശ്രദ്ധയും കൊടുത്തില്ല ആരും, പെലായും എലിസന്റെയും. ദ ഏഞ്ചൽ വെൻ ഡ്രാഗിങ് ഹിംസെൽഫ് എബൌട്ട് ഹിയർ ആൻഡ് ദർ ലൈക്ക് എ സ്ട്രേ ഡേയിങ് മാൻ. അങ്ങനെ അതുകൊണ്ട് തന്നെ ഈ ഒരു ഏഞ്ചൽ എന്ന ഡ്രാഗിങ്, ഇഴഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ ഇവിടെ, ഹിയർ ആൻഡ് ദർ, ഇവിടെയും അവിടെ ഇങ്ങനെ ഇഴഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ലൈക്ക് എ സ്ട്രേ ഡേയിങ് മാൻ, ഒരു എന്താണ്, അലഞ്ഞു തിരിഞ്ഞ് മരിക്കാനായ ഒരു മനുഷ്യനെ പോലെ എന്ത് ചെയ്യായിരുന്നു, ഈ ഏഞ്ചൽ കഷ്ടപ്പെട്ട് ഇങ്ങനെ നിരങ്ങുകയായിരുന്നു. He seemed to be in so many places at the same time. ഒരേ സമയം തന്നെ അയാൾ പല സ്ഥലങ്ങളിലും കാണപ്പെട്ടു എന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ അയാൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നിരഞ്ഞ് ഇഴഞ്ഞു പോവാണ്. കാരണം അയാൾക്കൊരു ഷെൽട്ടർ ഇല്ല ഇപ്പോ. കാരണം ആ ചിക്കൻ കൂപ്പ് ഇത് കംപ്ലീറ്റ് തകർന്നു. He could scarcely eat. And his eyes had also become so foggy that he went about pumping into the post. He could scarcely eat, and his eyes had also become so foggy that he went about pumping into the post. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് കഴിക്കാനൊന്നും വേണ്ടായിരുന്നു. ഇദ്ദേഹത്തിന്റെ കണ്ണുകളൊക്കെ ഫോഗി, ഫോഗി മീൻസ് മഞ്ഞ് മൂടപ്പെട്ടിരുന്നു, അങ്ങനെ മൂടി, ഒരു പാട വന്ന പോലെ മൂടിയിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ പോസ്റ്റുകളിലൊക്കെ ചെന്നിട്ട് പമ്പിങ് പമ്പിങ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇടിക്കുമായിരുന്നു. കാരണം അദ്ദേഹത്തിന്റെ കണ്ണുകളൊക്കെ ഇങ്ങനെ അടഞ്ഞു പോകുന്ന പോലെയായിരുന്നു. പെലായോ ത്രൂ ദ ബ്ലാങ്കറ്റ് ഓവർ ഹിം ആൻഡ് ലെറ്റ് ഹിം സ്ലീപ് ഇൻ ദ ഷെഡ്. പെലായോ എന്ത് ചെയ്തു, ഈ ഒരു ഓൾഡ് മാൻ ആയിട്ടുള്ള ഈ ഒരു ഏഞ്ചലിന്റെ മേലോട്ട് എന്ത് ചെയ്തു, ഒരു ബ്ലാങ്കറ്റ് വലിച്ചെറിഞ്ഞു. എന്നിട്ട് ഷെഡിൽ ഉറങ്ങാൻ പറഞ്ഞു. ഐ മീൻ ബ്ലാങ്കറ്റ് വലിച്ചെറിഞ്ഞു. അപ്പൊ എന്ത് ചെയ്തു, അത് പോയി ഷെഡിൽ പോയി ഉറങ്ങി. ഓൺലി ദെൻ ഡിഡ് ദേ നോട്ടീസ് ദാറ്റ് ഹി ഹാഡ് എ ടെമ്പറേച്ചർ അറ്റ് നൈറ്റ്.
അന്ന് രാത്രി പെലായ്ക്ക് മനസ്സിലായി നമ്മളുടെ ഈ ഒരു ഏഞ്ചലിന് നല്ല ചൂടുണ്ട്, നല്ല ടെമ്പറേച്ചർ ഉണ്ട് മേലെ. They became alarmed, for they thought he was going to die. And yet, but ഇവർക്ക് മനസ്സിലായത് ഈ ഒരു ആ, നമ്മളുടെ ഏഞ്ചൽ മരിക്കാൻ പോവുകയാണ്, കാരണം എല്ലാവരും അലാം സൗണ്ട് ഒക്കെ കേട്ടോണ്ട്. For they thought he was going to die, and yet he not only survived his worst winter, but അവര് വിചാരിച്ചു ഈ ഒരു അലാമിന്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ നമ്മളുടെ ഈ ഒരു ഏഞ്ചൽ മരിക്കാൻ പോവാണ്. ആൻഡ് യെറ്റ് ഹി നോട്ട് ഓൺലി സർവൈവ്ഡ് ഹിസ് വേഴ്സ്റ്റ് വിന്റർ ബട്ട് സീംഡ് ഇംപ്രൂവ്ഡ് വിത്ത് ദ ഫസ്റ്റ് സണ്ണി ഡേയ്സ്. ബട്ട് ആ വിന്ററിലൊക്കെ അദ്ദേഹത്തിന്റെ ഒരു മോശം സിറ്റുവേഷൻ ഒക്കെ മാറിയിട്ട് അദ്ദേഹം സർവൈവ് ചെയ്യായിരുന്നു. ഐ മീൻ ഒരു ഫസ്റ്റ് സണ്ണി ഡേയ്സിലൊക്കെ ഒരുപാട് ഇമ്പ്രൂവ്മെന്റ് ആണ് ഉണ്ടായത്. ഹി റിമൈൻഡ് മോഷൻലെസ് for several days in the farthest corner of the courtyard. At the beginning of the December, some large stiff feathers began to grow on his wings. They looked like the feathers of a scarecrow. അങ്ങനെ നമ്മുടെ ഈ ഏഞ്ചല് ഈ ഒരു ഈ റിമൈൻഡ് മോഷൻലെസ് ഫോർ സെവറൽ ഡേയ്സ്, ഒരുപാട് ദിവസം അങ്ങനെ ഒരു അനക്കം ഇല്ലാതിരിക്കുമായിരുന്നു. ഇൻ ദ ഫാർത്തസ്റ്റ് കോർണർ ഓഫ് ദ കോർട്ട്, ആ കോർട്ടിയാടിന്റെ ആ ഒരു പറമ്പിന്റെ ഏറ്റവും അറ്റത്ത്, ഫാർത്തസ്റ്റ് കോർണർ എന്ന് പറഞ്ഞാൽ ഏറ്റവും അറ്റത്ത്, ഏറ്റവും മൂലയിൽ പോയി അനങ്ങാണ്ടിരിക്കുമായിരുന്നു കുറേ ദിവസം. അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ ഡിസംബർ സം ലാർജ് സ്റ്റിഫ് ഫെദേഴ്സ് ബിഗാൻ ടു ഗ്രോ ഓൺ ഹിസ് വിങ്സ്. പക്ഷെ ഡിസംബർ ആരംഭിച്ചപ്പോഴേക്കും എന്ത് ചെയ്തു, അദ്ദേഹത്തിന് കൊഴിഞ്ഞു പോകും എന്ന് വിചാരിച്ചിട്ടുള്ള ആ ഒരു വിങ്സ്, ഐ മീൻ ഫെദേഴ്സ് ഒക്കെ, ഫെദേഴ്സ് ഐ മീൻ ആ ഒരു വിങ്സിൽ പുതിയ ഫെദേഴ്സ് എന്ത് ചെയ്തു, സ്റ്റിഫ് ചെയ്തു വന്നു. സ്റ്റിഫ് ഫെദേഴ്സ് ബിഗാൻ ടു ഗ്രോ ഹിസ് വിങ്സ്. അദ്ദേഹത്തിന്റെ ചിറകിൽ എന്ത് ചെയ്തു, പുതിയ ഫെദേഴ്സ്, പുതിയ തൂവൽ ഇങ്ങനെ വന്നു തുടങ്ങി. ദേ ലുക്ക് ലൈക്ക് ദ ഫെദേഴ്സ് ഓഫ് സ്ക്രയർ കൗ. അപ്പോൾ ഈ ഒരു പുതിയ ഫെദേഴ്സ് എല്ലാം വന്നു ഇതിന്റെ ഈ ചിറകുകളിൽ. സ്റ്റിഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കട്ടിയുള്ള ഫെദേഴ്സ് വരണ്ടായി. ദേ ലുക്ക് ലൈക്ക് ദ ഫെദേഴ്സ് ഓഫ് എ സ്ക്രയർ ക്രോ. ഇപ്പൊ നമ്മുടെ ഏഞ്ചലിനെ കണ്ടു കഴിഞ്ഞാൽ ഈ തൂവലുകളൊക്കെ വെച്ചിട്ടുള്ള ഒരു സ്ക്രയർ ക്രോവിനെ പോലെയുണ്ട്. നമ്മളിപ്പോ പറമ്പിലൊന്നും പക്ഷികളൊന്നും വരാതിരിക്കാൻ വെക്കാറുണ്ട് നമ്മൾ. ഓക്കെ, അപ്പൊ ആ ഒരു സ്ക്രയർ ക്രോവിന്റെ ഫെദേഴ്സ് പോലെ നമുക്ക് തോന്നി. ഒരു സ്ക്രയർ ഐ മീൻ സ്കെയർ ക്രോവിന്റെ ഒരു പിക്കാണ് നമുക്കിവിടെ കൊടുത്തിരിക്കുന്നത്. ഇതാണ് സ്കെയർ ക്രോ. ഓക്കെ, നമ്മൾ ഈ ഒരു പക്ഷികളൊന്നും വരാതിരിക്കാൻ അങ്ങനെയൊക്കെ നമ്മൾ വെക്കാറുണ്ട് അല്ലെ. അപ്പൊ ഈ നമ്മള് കരിങ്കണ്ണ നോക്കുന്നൊക്കെ പറഞ്ഞു വെക്കൂലേ, അത്. മോർണിംഗ് ഐ മീൻ വൺ മോർണിംഗ് എലിസണ്ട വാസ് കട്ടിംഗ് സം ബഞ്ചസ് ഓഫ് onion for lunch when a wind blew into the kitchen. അങ്ങനെ നമ്മുടെ എലിസണ്ട ഒരു ദിവസം രാവിലെ ഇങ്ങനെ അനിയൻ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഐ മീൻ വെല്ലുവിളി ഇങ്ങനെ സവാള ഇങ്ങനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് കിച്ചണിലോട്ട് ഒരു നല്ലൊരു കാറ്റ് വന്നത്. Then she went to the window and found the angel into his first attempt at flight. അപ്പോൾ ഇവരെന്ത് ചെയ്തു, ഈ കിച്ചണിൽ നിന്ന് പുറത്തോട്ട് നോക്കി, വിൻഡോയിലൂടെ നോക്കി. ഈ കാറ്റ് ഇങ്ങനെ ശക്തമായിട്ട് അടിച്ചപ്പോൾ എന്ത് ചെയ്തു, ഈ വിൻഡോയിലൂടെ പുറത്തോട്ട് നോക്കി. അപ്പൊ ആരാണ് ആ ഒരു കാറ്റടിക്കുന്നത്? ഏഞ്ചൽ എന്ത് ചെയ്യാണ്, അതിന്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആയിട്ടുള്ള ഫ്ലൈറ്റ് നടത്തുകയാണ്. ആദ്യമായിട്ട് എന്ത് ചെയ്യാണ്, നമ്മുടെ ഈ ഒരു ഏഞ്ചൽ പറക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുകയാണ്. അതുകൊണ്ടാണ് ആ കാറ്റ് എങ്ങോട്ടേക്കുന്നത്, കിച്ചണിലോട്ട് തന്നെ. ദിസ് വാസ് സോ ക്ലംസി ദാറ്റ് ഹി വാസ് ഓൺ ദ പോയിന്റ് ഓഫ് നോക്കിംഗ് ദ ഷെഡ് ഡൗൺ ആൻഡ് ഹി കുഡന്റ് ഗെറ്റ് എ ഗ്രിപ്പ് ഓൺ ദ എയർ. ബട്ട് നമ്മളുടെ ഈ ഒരു ഏഞ്ചലിന് ഒരു ഗ്രിപ്പ് കിട്ടുന്നില്ല ഈ ഒരു ഫസ്റ്റ് ഫ്ലൈ എടുക്കാൻ വേണ്ടിയിട്ട്. ക്ലംസി മീൻസ് ആകെ ഒരു കൺഫ്യൂഷൻ, അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പറക്കാനുള്ള ശ്രമമാണ്, പക്ഷെ ഒരു ഗ്രിപ്പ് കിട്ടുന്നില്ല. ബട്ട് ദെൻ ഹി ഡിഡ് മാനേജ് ടു ഗെയിൻ ആൾട്ടിറ്റ്യൂഡ്. അങ്ങനെ ഫൈനലി എന്ത് ചെയ്യാണ്, നമ്മളുടെ ഏഞ്ചല് പതിയെ പതിയെ പറക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തു. ഒരു കറക്റ്റ് ഒരു ആൾട്ടിറ്റ്യൂഡിൽ തന്നെ എന്ത് ചെയ്തു അദ്ദേഹം, ഐ മീൻ അതിന് ഒരു ഏഞ്ചലിന് പറക്കാൻ സാധിച്ചു. എലിസണ്ട ലെറ്റ് ഔട്ട് എ സൈ ഓഫ് റിലീഫ്. അങ്ങനെ ഫൈനലി എലിസണ്ട ഒരു നെടുവീർപ്പിട്ടു, ഒരു റിലീഫിന്റെ. ഫോർ ഹെർസെൽഫ് ആൻഡ് ഫോർ ഹിം വെൻ ഷി വാച്ച്ഡ് ഹിം പാസ് ഓവർ ദ ലാസ്റ്റ് ഹൗസസ്. ഈ ഒരു ഏഞ്ചല് പറന്ന് അവൾക്ക് കാണാൻ കഴിയുന്ന അവസാനത്തെ വീടും കഴിഞ്ഞ് എന്ത് ചെയ്തു, ഈ ഒരു ഏഞ്ചല് പറന്നുപോയി. He was holding himself up in some way with a risky flapping of a senile vulture. സെനൽ വൾച്ചർ മീൻസ് ഒരു പ്രായമായിട്ടുള്ള ഒരു എന്താണ് കഴുകൻ. ഒരു പ്രായമായ ഒരു കഴുകൻ എങ്ങനെയാണോ റിസ്കി ഫ്ലാപ്പിംഗ് ചെയ്യാറ്, ഐ മീൻ ചിറകടിച്ച് പോവാറ്, ഫ്ലാപ്പിംഗ് മീൻസ് ചിറകടിക്കുക. അതുപോലെയാണ് എന്ത് നമ്മളെ ഏഞ്ചലും
എന്താ വളരെ റിസ്ക് എടുത്തിട്ടാണ് ഇത് ചിറകുകൾ വിങ്സ് ഐ മീൻ ഫെദേഴ്സ് ഫ്ലാപ്പ് ചെയ്തിട്ട് ഫ്ലാപ്പ് ചെയ്യാൻ അങ്ങനെ ചിറകടിച്ച് പോയിരുന്നത്. സെനൈൽ വൾച്ചർ മീൻസ് പ്രായമായിട്ടുള്ള വൾച്ചർ. She kept watching him even when she was through cutting the onions. ഓനിയൻ കട്ട് ചെയ്യുന്ന സമയത്ത് വരെ അവൾ എന്ത് ചെയ്യാറുണ്ടായിരുന്നു, അവൾ ആ ഏഞ്ചലിനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു, ഏഞ്ചൽ പറന്നു പോകുന്നത്. ഷീ കെപ്റ്റ് ഓൺ വാച്ചിങ് അൺടിൽ ഇറ്റ് വാസ് നോ ലോങ്ങർ പോസിബിൾ ഫോർ ഹർ ടു സീ ഹിം. അവനെ കാണാൻ കഴിയാത്ത അത്രയും ദൂരത്തേക്ക് അവൻ പറക്കുന്നത് വരെ അവൾ എന്ത് ചെയ്തു, ആ ഒരു ഏഞ്ചലിനെ അങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു, ആ ഒരു ഓൾഡർ മാനെ. He was no longer an annoyance in her life, but an imaginary dot on the horizon of the sea. അങ്ങനെ ആഹ്, അതിങ്ങനെ പറന്നു പോയപ്പോൾ അവൾക്കൊരു കാര്യം മനസ്സിലായി, ഇനി അവരുടെ ജീവിതത്തിൽ ഒരു അനോയൻസ് മീൻസ് ഒരു ശല്യം ഇല്ല. ഐ മീൻ അവർക്ക് എന്ത് ഉറപ്പായി. ബട്ട് എന്നിരുന്നാലും ബട്ട് ആൻ ഇമാജിനറി ഡോട്ട് ഓൺ ദ ഹൊറിസോൺ ഓൺ ദ സീ. ആ കടലിലൊരു ഒരു ഡോട്ട് ഉണ്ട്, ഹൊറിസോണലായിട്ട് ഒരു ഡോട്ടായിട്ട് അതങ്ങനെ നിൽക്കുകയാണ്, ഒരു ഇമാജിനറി. അപ്പോൾ നമ്മുടെ ഈ സ്റ്റോറി കഴിയുകയാണ് ഇവിടെ. ഈ ഒരു സ്റ്റോറി എന്ന് പറയുന്നത് മാജിക്കൽ റിയലിസം ആണ്. ഇതിൽ നമ്മളൊരു സ്പൈഡർ വുമണിനെ കുറിച്ചിട്ട് പറഞ്ഞു, അതുപോലെ നമ്മുടെ ഏഞ്ചലിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഒരു സൂപ്പർ നാച്ചുറൽ ക്രിയേച്ചേഴ്സും പിന്നെ അതുപോലെ തന്നെ ഒരു റിയൽ ആയിട്ടുള്ള ഒരു ക്രിയേച്ചറും തമ്മിലൊരു കമ്പാരിസൺ നമ്മൾ പറയണ്ടായി. ഇതിലെ കുട്ടിക്കും പിന്നെ അതുപോലെ ഏഞ്ചലിനും അറ്റ് ദ സെയിം ടൈം ചിക്കൻ പോക്സ് വന്നത് പറഞ്ഞു. ഒരു സൂപ്പർ നാച്ചുറൽ ക്രിയേച്ചറിനും പിന്നെ ഒരു റിയാലിറ്റി ആയിട്ട് ഒരു ഹ്യൂമൻ ബീയിങ്ങിനും ഒരു ഹ്യൂമൻ ബീയിങ്ങിനും വന്നിട്ടുള്ള ഡിസീസ് നമ്മൾ പറയണ്ടായി ഒരുപോലെ. ഇത് വളരെ ഒരു ബ്യൂട്ടിഫുൾ സ്റ്റോറിയാണ്. ഈ സ്റ്റോറി നന്നായിട്ട് വായിക്കണം, ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ട്. അതിനുശേഷം ഈ ഒരു ക്ലാസ് നന്നായിട്ട് കേൾക്കുക. ഓക്കെ, എന്നിട്ട് സ്വന്തമായിട്ട് പഠിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക, നല്ല മാർക്ക് മേടിക്കുക എല്ലാവരും. ബൈ മക്കളെ.